ക്ഷേമ പെൻഷന്റെ കാര്യം എടുത്താൽ ക്ഷേമ പെൻഷൻ ഇപ്പം 3 മാസം കുടിശ്ശികയാണ്. ആ കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യവുമാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം 2500 രൂപയാക്കും ക്ഷേമ പെൻഷൻ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതുവരെ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തവണ ഒരു ചെറിയ വർധനയെങ്കിലും 150 രൂപയുടെ വർധനയാണ് പ്രശാന്ത് കൃഷ്ണ പ്രവചിക്കുന്നത്. 100 രൂപയുടെ വർധനയെങ്കിലും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 2500 രൂപ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി ഒറ്റ വർഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൂടുതലായി വരുമാനം കണ്ടെത്താൻ സർക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് കൂട്ടാൻ, അല്ലെങ്കിൽ ഇപ്പൊ ക്ഷേമ പെൻഷൻ കൂട്ടാൻ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ DA കുടിശ്ശിക, ഇമാതിരി കാര്യങ്ങളെല്ലാം ഉണ്ട്. ശമ്പള പരിഷ്കരണം ബിൽ, ഇത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ നിൽക്കുന്നു. ചെയ്യേണ്ടത് ആവശ്യമാണ്, രാഷ്ട്രീയമായി നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതിനോടൊപ്പം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യവും അല്ലേ? തീർച്ചയായിട്ടും. കാരണം തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൂടി കണക്കിലെടുത്താൽ കഴിഞ്ഞ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് സർക്കാരുകളുടെ ഒക്കെ വീണ്ടുമുള്ള തെരഞ്ഞെടുക്കലിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആ സമയത്ത് ആ ഗവൺമെന്റുകൾ അവസാന നിമിഷം കൊണ്ടുവന്നിട്ടുള്ള ഡയറക്റ്റ് ക്യാഷ് സ്കീമുകളായിരുന്നു. ലാഡ്ലി ബെഹൻ എന്നൊക്കെ ഉള്ള പേരിൽ മഹാരാഷ്ട്ര സർക്കാർ 1 ലക്ഷം കോടി രൂപയാണ് അവസാനത്തെ 3 മാസം മാത്രം ചെലവഴിച്ചത്. അപ്പൊ ബാലഗോപാലിന് ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ, പക്ഷേ അതിന് ചെലവഴിക്കാൻ പണമില്ല എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. നമുക്ക് പ്രശാന്തിനോട് തന്നെ ചോദിക്കാം. പ്രശാന്ത് ഈ പതിവായി ഇതിങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 രൂപ 150 രൂപ കണക്കിലൊക്കെ പ്രവചിക്കുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. പ്രശാന്ത്, എന്താണ് പ്രശാന്തിന്റെ ഒരു പ്രവചനത്തിൽ ക്ഷേമ പെൻഷൻ ഒരു 150 രൂപ എങ്കിലും കൂട്ടുമായിരിക്കുമെന്നായിരുന്നല്ലോ. അപ്പൊ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ബജറ്റിൽ? ഈ പ്രവചിക്കാനിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഊഹങ്ങൾ പ്രശാന്തിന് ഉണ്ടാവില്ലേ? 100 രൂപ വർധനയാണ് അഭിലാഷ് പ്രവചിക്കുന്നത്. പക്ഷേ 100 മുതൽ 150 രൂപ, അതിനപ്പുറത്തേക്കൊരു വർധനയ്ക്കുള്ള സാഹചര്യം നിലവിൽ സർക്കാരിനില്ല എന്നുള്ളതാണ്. ഇത് തന്നെ വലിയ പ്രയാസമെന്നാണ് ധനമന്ത്രി പല ഘട്ടങ്ങളിലും വർധനയെക്കുറിച്ച് ചോദിക്കുമ്പോഴുള്ള വിശദീകരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്നിപ്പോൾ ബജറ്റ് കാത്തിരിക്കുന്നത് മലയോര മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഈ വന്യജീവി ആക്രമണം, കാട്ടാനയുടെ ആക്രമണം, കടുവയുടെ ആക്രമണം, ഇതെല്ലാം നിരന്തരം നടക്കുന്ന ഒരു അവസരത്തിൽ സർക്കാരിൻ്റെ ഇടപെടലിന്, അല്ലെങ്കിൽ സർക്കാർ വനമന്ത്രിയെല്ലാം വലിയ പ്രതിഷേധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇത് നേരിടുന്നതിന്, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നേരിടുന്നതിന് വേണ്ടിയുള്ള എന്ത് ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള വകയിരുത്തലുകൾ എങ്ങനെയായിരിക്കും, ക്രിയാത്മകമായ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമോ, ഇതെല്ലാം തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും